അതായത് ഇന്ന് അച്ചേരിയുടെ പഴയകാല മിന്നും താരമായ ജയചന്ദ്രൻ അച്ചേരി, പഴയകാല അച്ചേരി ടീമിന്റെ സൂപ്പർ താരം, ഇപ്പോൾ പ്രവാസിയായിട്ടുള്ള സമർ എന്നിവരുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ സമർ, ഹാപ്പി ബർത്ത്ഡേ ജേട്ടൻ. ഓക്കെ, റെഡി, താങ്ക് യു. നല്ലൊരു കയ്യടിയാകാം, അതാണ് ബർത്ത്ഡേ വിഷ്. ഈ മനോഹരമാകുന്ന മണ്ണിൽ നിന്ന് അങ്ങനെ കളിക്കളത്തിന്റെ തിരുമുറ്റത്തും ജലമാകുന്ന പോരാട്ടങ്ങൾ വീണ്ടും പിറവിയെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ഫൈനൽ. പ്രിയമുള്ളവരെ, ജ്യോതിഷ് അഭിമാനി സേവപലക കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ജ്യോതിഷ് കുമാർ മെമ്മോറിയൽ ട്രോഫി ആൾ ഇന്ത്യ ലെവൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് താളിപ്പടുപ്പ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. ഉജ്ജ്വലമാകുന്ന ഒരു മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. മുഴുവൻ കായിക പ്രേമികളെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒന്നിൽ 1-0.
Do or die raid. Do or die raid. കൊപ്പൽ 3 അക്ഷേരി 9. കൊപ്പൽ മെല്ലെ പണി തുടങ്ങുന്നു. നൗ സ്റ്റിൽ 4-9 4-9. രണ്ട് പോയിന്റുകൾ ആദർശിലൂടെ വീണ്ടും റെഡ് വേൾഡ് കപ്പലിന് അനുകൂലമാണ്. 6-9 6-9. കരുത്തു കാട്ടുന്ന ഒരു പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിൽ അർജുൻ ആച്ചേരിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സിറ്റുവേഷൻ. അഭിറാം ഇറ്റ്സ് ലോബി ലൈൻ ടച്ച്. 6-10. ആർക്കെങ്കിലും ലക്കടിപ്പ് ആവശ്യമുണ്ട്? അവസാന ഘട്ട വിൽപ്പനയും കൗണ്ടർ ഫോയിലിട്ട് നമ്മൾ അതിന്റെ ലക്കടിപ്പ് കൂപ്പണിലേക്ക് കടക്കും. പിതഞ്ഞ വരുന്ന സമയത്തും കൃത്യമായി സ്ട്രഗിളിനെ മുൻനിർത്തി കളിച്ച് കളിപാടം തെളിയിക്കുന്നു അർജുന. 6-11 6-11. ലക്കടിപ്പ് കൂപ്പണിന്റെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംഘാടക സമിതി എത്തും എന്നറിയിക്കുകയാണ്. $70,000 കടന്നു സ്വർണത്തിന്റെ വില. വിഷുവൊക്കെ വരികയാണ്. 1 ഗ്രാം സ്വർണം ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 25 കിലോ അരി. മൂന്നാം സമ്മാനം വിഷുക്കോടി 5 പേർക്ക്. 6-11. കഴിഞ്ഞ മത്സരത്തിലെ ഗെയിം ചേഞ്ചർ. 7-11 7-11. Advait.
8-11. Do or die raid. Now the still it's do or die. Do or die ride. It's a Dwight. And here take on clearly deep riding in the Srimamana but Vifalamabada 9-11 9-11 11 10 11 പ്രിയപ്പെട്ട മത്സരത്തിന്റെ ആദ്യ പകുതി വിരാമം കുറിക്കുന്നു. ലക്കടി പോകും. ഒന്നാം സമ്മാനം ആദ്യം എടുക്കാം. ഗോൾഡ് കോയിൻ, അതായത് 8770 നിലവിലെ റേറ്റ്. ഇപ്പം നൽകുമ്പോൾ 8770 രൂപയാണ് ഗോൾഡ് കോയിൻ്റെ റേറ്റ്. നാളെ മാർക്കറ്റിലെത്തുമ്പോൾ ചിലപ്പോൾ കൂടാം കുറയാം, എന്നാലും പൊതുവെ കൂടുമെന്നാണ് തോന്നുന്നത്. 70,000 കടന്നിരിക്കുന്നു. വാ, അതായത് 5 പേർക്ക് 5 വിഷുക്കണി. രണ്ടാം സ്ഥാനം 25 കിലോ അരി. രണ്ടാൾക്കുണ്ടത്. ഒന്നാം സമ്മാനം ഗോൾഡ് കോയിനാണ്. ഒന്നാം സമ്മാനം എടുക്കുന്നതിന് ഉദ്ദേശം ആദ്യം തന്നെ ഒന്നാം സമ്മാനം എടുക്കുന്നത് ഈ 5ഉം 2ഉം 7ഉം ആളുകൾ പോയാൽ അവരുടെ അവസരം ഇതിൽ നിന്ന് നഷ്ടമാകും. ഒന്നാം സമ്മാനത്തിൻ്റെ അവസരം. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് തന്നെ എടുക്കാം. ആദർശവാ, ഈ ആദർശ കുറേ ലക്കടിപ്പെടുത്തിട്ടുണ്ട്. റെഡി? ഒന്നാം സമ്മാനം ബമ്പർ. വിഷു കൈനീട്ടം വിഷുവിന് മുമ്പേ ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ സ്വർണ്ണമാണ്. സ്വർണം
1 5 2 ഇതുവരെ ശരി ആരെങ്കിലും ഉണ്ടോ? 1 5 2 0 1520. ഇതാണ് ഗോൾഡ് കോയിൻ. ഇനി രണ്ടുപേർക്ക് 25 കിലോ അരിയാണ്. അത് ഷൈജുവിടെ എടുത്തു. രണ്ടെണ്ണം രണ്ടെടുത്തു. അരി കിട്ടിയിരിക്കുന്നത് 1030. അംബിക ആണ് അസമ്മാനത്തിന് അർഹരായിട്ടുള്ളത്. എഴുതിച്ചോ. മറ്റൊന്ന് 1454 1454. ഇനി ഒരു 5 എടുക്കണം. വിഷുക്കണി അല്ല വിഷു കോടിയാണ്. അതേന് സാഗരോ 5 എടുത്തു. 5 ഒന്നിച്ചെടുത്തു. സമയമുണ്ട്. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായാൽ 1 2 3 4 5 റെഡി. 665 ഒരു കൂപ്പൺ നമ്പർ. മറ്റത് 668. മറ്റത് 1031 1031. മറ്റത് 403 403. അഞ്ചാമത്തത് 231 231. ഈ സമ്മാനം വീണ്ടും നമ്പർ പിന്നെ പറയാം. അത് ഉണ്ടെങ്കിൽ ഗോൾഡ് വനി ഇപ്പൊ കൊടുക്കൂലേ? റെഡി. The last man is also out. It's here. അങ്ങനെ മത്സരം വീണ്ടും കപ്പൽ ലീഡിലേക്ക് വരുന്നു. 13-12. Arjun Achari with Switzerland Gold. രണ്ടായിരത്തിലധികം ആളുകൾ RGB ലൈവിൽ മത്സരം കാണുന്നുണ്ട്. 13-12 എന്ന ക്രമത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ലൈവിൽ മത്സരം കാണുന്ന പ്രിയപ്പെട്ടവർ ഏത് സമയത്തും ഒന്ന് സ്ക്രീനിലേക്ക് കണ്ണൊന്ന് വായിക്കാൻ സമയം കിട്ടിയാൽ കബഡി ഉണ്ടെങ്കിൽ അവർ ലൈവിലുണ്ടാകും. പ്രിയപ്പെട്ട ലൈവിൽ വ്യൂസ് ആയിട്ടുള്ളവരെ നിങ്ങൾക്ക് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒരു ഹായ് തരണമെന്ന് കൂടി അറിയിക്കുകയാണ്. പതിമൂന്ന് 12 13-12. Now the still 13-12 ഒറ്റ പോയിന്റ് വ്യത്യാസം. 12-13. 12-13 13-12. Do or die raid. Now the still do and I 13-12 ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ മത്സരത്തിൽ മുന്നോട്ട് നിൽക്കുന്നു റെഡ് വേൾഡ് കപ്പൽ അർജുൻ അച്ചേരിക്ക് മുന്നിൽ. സ്വന്തം തട്ടകത്തിൽ അച്ചേരിയുടെ കളി. മറുഭാഗത്ത് ആതിഥേയരായ അച്ചേരിക്ക് മുന്നിലേക്ക് അതിഥികളായി വന്നവർ റെഡ് വേൾഡ്. And here it's taken. Leg lock 14-12 14-12. Do or die raid. Now the still it's do or die.
It's do or die Subin. Previous game hero. The game change of our red world. And this timer. കൃത്യമായ പിടിമുറുക്കം പിടിച്ചുകെട്ടൽ ഇത്തവണ സുബിനെ പിടിച്ചകറ്റുന്നുണ്ട് 14-13 14-13. ഏത് വിധേനയും തിരിച്ചു വരണമെന്ന പ്രകടമാകുന്ന പോരാട്ടത്തിലേക്ക് കച്ചേരി. പതിനാല് 13. It's Abira. Last 5 minutes for the good time. 5 മിനിറ്റ് മത്സരത്തിൽ ബാക്കി നിൽക്കുന്നു. Last 5 minutes ഈസിയാ. 14-13. ഒറ്റ പോയിന്റ് വീണ്ടും. മെല്ലെ മെല്ലെ കളിക്കളത്തിൽ ആർക്കും ആരെയും കീഴ്പ്പെടുത്താം. Do or die raid. Do or die. ആരാർക്ക് കീഴ്പ്പെടും, ആരാരെ കീഴ്പ്പെടുത്തും. 14-13. Do or die. നേടാനും ഒടുങ്ങാനും വാഴാനും വീടാനും. Blocking. It's block. Donai. കനത്ത പ്രഹരം. 15 അച്ചേരി 13. 15-13. Do or die raid. ക്യാമറ ഒന്ന് സംഘാടകരുടെ വിട്. ഒന്ന് മെല്ലെ നീങ്ങിയാൽ മതി. നീങ്ങാൻ മതി. നിങ്ങളോട് പോകണം എന്ന് പറയുന്നില്ല, മാറണം എന്ന് പറയുന്നത്. അവിടെ ഇരിക്കും. വേറെ എന്താ പറയാ, കാരണം ക്യാമറയാണ് നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. പ്രിയമുള്ളവര്, ഗോൾഡ് കോയിന്റെ ആളെ കിട്ടി. ആരാണ് വാ ഗോൾഡ് കോയിൻ ലഭിച്ചിരിക്കുന്നു. നല്ല ഉപജീവനത്തിന്റെ മാർഗം തേടി മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് വന്നവനാണ് നിലവിൽ ഗോൾഡ് കോയിൻ വിറ്റായി മാറിയിട്ടുള്ളത്. വെരിഫൈഡ് 1520 അല്ല 1520. ഇപ്പൊ നൽകുന്ന ഓക്കെ. ഇത് പേരെന്ത്? ഓക്കെ, അത് കൊടുക്കാം. ഫൈൻ. ഓക്കെ.
നല്ലൊരു കൈ നമ്മുടെ വിമലിന് നൽകാൻ പറയുമ്പോൾ ഒരു ഭാഗ്യമാണ്, ഒരു പ്രതീക്ഷയാണ്. അത് ഉപജീവനം തേടി വന്നപ്പോൾ ഇവർ സംഘാടകർ നൽകിയപ്പോൾ മനസ്സോടുകൂടി എടുത്തു. വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത രാത്രികളും പകലുകളും ഉണ്ടാകട്ടെ. പ്രതീക്ഷ വേണം, വീണ്ടും വീണ്ടും പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള പ്രതീക്ഷ അസ്തമിക്കാത്ത ആളുകളായി നമ്മൾ മാറട്ടെ എന്ന് പ്രത്യേകിച്ചിട്ടുണ്ട്. റെഡി? വാടാ. പ്രിയമുള്ളവരെ, ഗോൾഡ് കോയിൻ കൈമാറുകയാണ്. ബാബ കോർട്ടിൽ വാ. ബിന്ദു ജ്വല്ലറിയാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഓപ്പണാക്കി എടുക്കണം. വേണ്ടപ്പോ അതിലുണ്ട്. കൺഗ്രാജുലേഷൻ. സമ്മാനം സമർപ്പിക്കുകയാണ്. ഗോൾഡ് കോയിൻ ഈസ്. ഇനി മറ്റു സമ്മാനങ്ങൾ വാങ്ങിയവർ സംഘാടകരുമായി അതിൻ്റെ കൂപ്പൺ ഏൽപ്പിച്ചാൽ ഇപ്പം തന്നെ കൊടുക്കുമെന്ന് അറിയിക്കുകയാണ്. ഇത് വിഷുവിനാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. വിഷുവിന് മുന്നേ ഉള്ള ഒരു സമ്മാന പെരുമഴയാണ്. റെഡി? താങ്ക് യു. താങ്ക് യു ബിന്ദു ജ്വല്ലറി, കാസർഗോഡ് ആൻഡ് സുള്ളി. Last 4 minutes, 15-14. 15-14. ഒറ്റ പോയിന്റ് അകലത്തിൽ മത്സരം. എന്തും സംഭവിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഈസ് ഹിയർ. ഇറ്റ്സ് അപ്പിറ. ഫിഫ്റ്റീൻ 14. 15-14. അവസാനത്തെ 3 മിനിറ്റ് മത്സരം ബാക്കി നിൽക്കുന്നു. ലാസ്റ്റ് 3 minutes ഫോർ ദി ഫുൾ ടൈം. ലാസ്റ്റ് 3 minutes. മത്സരത്തിന്റെ പ്രൗഢ നിമിഷങ്ങൾ, പ്രഭചൊരിയുന്ന പോരാട്ടങ്ങൾ, പോർക്കളങ്ങൾ, അടക്കി ഭരണം നടത്തിയ ടീമുകൾ, എത്രയെത്ര നല്ല ടീമുകൾ മാറ്റുന്ന ടൂർണമെന്റ്. ഇറ്റ്സ് ടൈം. കളികളത്തിലും മിന്നും പ്രതിഭ കൈവെള്ളയിൽ കുറുക്കിയെടുത്ത കരുത്തനായ പ്രതിഭാശാലി. 15-15. Advaita manager action to riding situation. I think it's a turning right. Game changing turning right. It's time. കരുത്തുകാട്ടി പുഷ് ചെയ്ത് ഡാഷിലൂടെ പോയിന്റ് കരസ്ഥമാക്കി അദ്വൈതിനെ മടക്കിയിട്ടുണ്ട്. 16-15. 16-15.
സമ്മാനത്തിൻ്റെ കൂപ്പൺ രണ്ടാം സ്ഥാനം 2 അരി നൽകിയത് അരി കിട്ടിയിരിക്കുന്നത് 1030 1454. അതോടൊപ്പം മൂന്നാമത്തെ സമ്മാനമായിട്ടുള്ള വിഷുക്കോടി ലഭിച്ചിട്ടുള്ള നമ്പറുകൾ 665, 668, 1031, 403, 1231 എന്നീ നമ്പറുകളാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇപ്പൊ തന്നെ ലഭിക്കും. It's right round 16-15. വീണ്ടും കപ്പൽ റൈഡിൽ ലീഡിൽ. It's another last 2 minutes for the full time. Last 2 minutes. ഒറ്റ പോയിന്റ് വ്യത്യാസം, 2 മിനിറ്റ് വ്യത്യാസം. 2 പോയിന്റും 2 മിനിറ്റും. It's here 16-15. പ്രാർത്ഥനയോട് അച്ചേരിയുടെ മണ്ണ് പോരാട്ടത്തിൽ കരുത്തന്മാരിൻ കരുത്തുകാട്ടി വിജയഭേരി മുടക്കുന്നു കൊപ്പൽ 17-15. പ്രാർത്ഥനാ നിർഭരമായ നിരാശാജനകമാകുന്ന നിമിഷങ്ങൾ അച്ചേരിയുടെ മണ്ണിൽ. പക്ഷെ കൊപ്പലിനൊരു പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിന്റെ പടഹധ്വനി. 17-15. 17-15. അവസാനത്തെ മിനിറ്റ് 60 സെക്കൻഡ്. കൗണ്ടിംഗ് സിറ്റുവേഷൻ. It's time. And here take on one more point. 17-16. 17-16. It's 17-16. മത്സരം അവസാനിക്കുന്നു. കരുത്തു കാട്ടിയ പോരാട്ട വീര്യത്തിൽ ഒറ്റ പോയിന്റ് അടിസ്ഥാനത്തിൽ നിന്ന് വിജയപേരി മുഴക്കി കരുത്തർ റെഡ് വേൾഡ് കൊപ്പൽ അച്ചേരിയിൽ നിന്ന് വിജയം കൈവരിക്കുന്നു. അച്ചേരി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയാണ്. ജസ്റ്റ് 1 പോയിന്റ് ഡിഫറൻസ്. പ്രിയമുള്ളവരെ, വന്നവർ, ഇരുന്നവർ, കേട്ടവർ, കണ്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, കൂടെ നിന്നവർ, ചേർത്ത് പിടിച്ചവർ, ഈ മനോഹരമാകുന്ന സംഘാടക സമിതിയുമായി എല്ലാ നിലയിലും എല്ലാ വിധത്തിലും ഏറ്റവും മനോഹരമായി തന്നെ ഞങ്ങളുമായി സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സ്നേഹത്തോടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയും നല്ല നന്മകൾ പിറവിയെടുക്കട്ടെ, നല്ല ദിനരാത്രങ്ങൾ ഉണ്ടാകട്ടെ, നല്ല സ്നേഹമുണ്ടാകട്ടെ, നല്ല സൗഹൃദം ഉണ്ടാകട്ടെ. ഏറ്റവും നല്ല ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിച്ച ഏറ്റവും മനോഹരമാകുന്ന മാനവിക ഐക്യത്തിന്റെ പടക്കത്തൊരു മുടക്കി കായബലത്തിന്റെ കായിക ശേഷിയുടെ പുതിയ തലമുറ വളർന്നു വരട്ടെ. ലഹരിക്കെതിരെ പടപൊരുതാനുള്ള പ്രചോദനം ഇങ്ങനെയുള്ള കബഡി ടൂർണമെന്റുകൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. All of you thanks. All of you advance. ഹാപ്പി വിഷു. ഇനി മത്സരത്തിന്റെ കഠിനമാകുന്ന നിമിഷങ്ങൾ. വിഷു കഴിഞ്ഞ് ഞായറാഴ്ച മത്സരങ്ങളില്ല. പിന്നെ മത്സരങ്ങളുടെ ഒരു പെരുമഴയാണ് മെയ് മാസം വരെയുള്ളത്. ദിനരാത്രികളിൽ എല്ലാറ്റിലും എല്ലാവരും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. റെഡി ടു ഗോ. All of you thanks. Thanks.
അറിയില്ല. ക്യാമറ അത് കിട്ടില്ല. അവിടെ ഇല്ല ഇപ്പം ഇൻവിറ്റേഷൻ നേരത്തെ ഇപ്പോൾ ഒരു 4 കളിയിട്ടുണ്ടാവും. നാരായണൻ കാട്ടൂർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. റെഡിയല്ല? സമ്മാനം കൊടുക്കല്ല സംഘാടകൻ.
പ്രിയമുള്ളവരെ, ടൂർണമെന്റില് ഏറ്റവും മനോഹരമാകുന്ന പ്രസന്റേഷൻ സെറമണിയിലേക്ക് കടക്കുകയാണ്. നല്ല മികവാർന്ന ട്രോഫികളാണ് ജേതാക്കളെ കാത്തിരിക്കുന്നത്. പുതിയ കരീബിയൻ ക്രൗൺ മോഡലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഏറ്റവും നല്ല ട്രോഫി പർച്ചേസ് ചെയ്തിട്ടാണ് ഈ നിലയിൽ ഏറ്റവും മനോഹരമാകുന്ന ട്രോഫി നൽകപ്പെടാൻ വേണ്ടി പോകുന്നത്. ആദ്യം ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ, കരുത്തുകൊണ്ട്, മികവ് കൊണ്ട്, പോരാട്ട വീര്യത്തിന്റെ പോർക്കളം കൊണ്ട്, അതിനപ്പുറം ടീമിന്റെ പിൻബലം കൊണ്ട് ഏറ്റവും നല്ല ഒരു പോരാളിയായി വളർന്നു വരിക എന്നതാണ് എമർജിംഗ്. ആ താരം എമർജിംഗ് ആയി കടന്നു വരുന്നതോടൊപ്പം പിന്നീട് കളിക്കളത്തിൽ വമ്പനായി മാറുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെയാണ് എമർജിംഗ് താരത്തെ തെരഞ്ഞെടുത്ത് ഒരു ട്രോഫി നൽകുന്നത്. അങ്ങനെ ഏറ്റവും മികവാർന്ന രീതിയിൽ ഇവിടെ ഒരു എമർജിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു. എമർജിംഗ് ആയ താരബലങ്ങൾ ഒക്കെ അണിനിരുന്ന ഒരു ടീമാണ് റെഡ് വേൾഡ് കപ്പൽ. തങ്ങളുടെ ടീമിലെ എല്ലാവരും ആദ്യം ആദർശ് എമർജിംഗ് പ്ലെയർ ആയിട്ടാണ് വന്നത്. പിന്നെ ആദർശ്, പിന്നെ ബെസ്റ്റ് ഓൾറൗണ്ടറും, പിന്നെ പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിലൊക്കെ ഉജ്ജ്വല പടയോട്ടം നടത്താൻ തുടങ്ങി. അങ്ങനെ അവരുടെ ടീമിൽ എല്ലാവരും എമർജിംഗ് പ്ലെയർ ആയിട്ടാണ് ആദ്യം ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും ഒരു താരം അവരിൽ നിന്നൊരു എമർജിംഗ് ആയി വളർന്നു വരുന്നുണ്ട്. ആ താരത്തിന്റെ പേരാണ് അതുൽ ഫ്രം കൊപ്പൽ. പ്ലീസ് കം ഹിയർ. സമ്മാനം നൽകുന്നതിന് വേണ്ട വാർഡ് മെമ്പറെ ക്ഷണിക്കുകയാണ്. വാർഡ് മെമ്പറാണ് ആ സമ്മാനം നൽകുന്നത്. അടുത്തത് ബെസ്റ്റ് ക്യാച്ചറാണ്. ബെസ്റ്റ് ക്യാച്ചറായി തെരഞ്ഞെടുക്കുന്നത് താരനിബിഡങ്ങൾ, താരമൂല്യങ്ങൾ, പകിട്ടാർന്ന പോരാട്ടങ്ങൾ, അർജുനാച്ചേരി സംഘടിപ്പിച്ച പ്രൗഢോജ്വലമാകുന്ന വിജയത്തിന്റെ തേരിലേക്ക് ഉജ്ജ്വലമാകുന്ന ശക്തമായ മത്സരങ്ങളും വ്യക്തമായ പോരാട്ടങ്ങളും. അതിൽ കാസർഗോഡൻ കബഡിയിൽ തന്നെ പേരും പെരുമയും പ്രതാപവും അതിനപ്പുറത്ത് ഏറ്റവും മികവാർന്ന ഒരുപാട് ബെസ്റ്റ് ക്യാച്ചർ അവാർഡുകൾ നേടിയ ഒരു താരമുണ്ടെങ്കിൽ അത് ഈ താരം തന്നെയായിരിക്കാം. സ്വന്തം തട്ടകത്തിൽ നിന്നും ബെസ്റ്റ് ക്യാച്ചർ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ കാസർഗോഡൻ കബഡിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ക്യാച്ചർ അവാർഡ് സ്വന്തമാക്കിയ പ്രതിഭാശാലി, കളിച്ച കളികളിൽ തന്റേതായ മൂല്യം ഉയർത്തി പിടിച്ച പ്രതിഭയുടെ പേരാണ് സാഗർ ഫ്രം അച്ചേരി. യു ആർ ദി ബെസ്റ്റ് ക്യാച്ചർ ഫ്രം ദിസ് ടൂർണമെന്റ്. വാർഡ് മെമ്പർ അവർകൾ സമ്മാനം സമർപ്പിക്കുകയാണ്. കളിയാവേശത്തിന്റെ കേളിരമത്തിൽ നിന്ന് കളിയരങ്ങ് കാട്ടി വിജയത്തിന്റെ തുടിപ്പുകൾ സമ്മാനിച്ച ഒരു താരം ഇവിടെ ഉണ്ടായിരുന്നു. പോയ കളി തിരിച്ചു പിടിച്ച ഒരു പോയിന്റ് അകലത്തിൽ നിന്ന് മറികടന്ന മത്സരം, 2 പോയിന്റ് അകലത്തിലേക്ക് വീണ്ടും കൈവിട്ട മത്സരം, പിന്നെ ഒരു റൈഡ് പോയി കളികളത്തിൽ നിന്ന് കളിയെ തന്നെ പിടിച്ചു മുറുക്കി പിടികൊമ്പനായി, കൊലകൊമ്പനായി, വജ്രായുധം എന്ന് തന്നെ പറയാം, ഒരു ഡയമണ്ട് വെപ്പനായി മാറിയ ഒരു താരമാണ് ആ താരം. ലെറ്റ്സ് വെൽക്കം ദി ടീം ബെസ്റ്റ് റൈഡർ സുബിൻ ഫ്രം കൊപ്പൽ.
കളിയാവേശത്തിന്റെ കേളിരവത്തിൽ കളിയരങ്ങ് കാട്ടിയ പോരാളി, പോരാട്ട വിദ്യത്തിന്റെ പോർക്കളത്തിൽ ചടുല താള താണ്ഡവമാടിയ ഒരു പടയാളി. കളിക്കളത്തിന്റെ ആവേശഭരിത മുഹൂർത്തം ഇതൾ വിരിയുമ്പോൾ സുബിൻ മനോഹരമാകുന്ന പോരാട്ടം, അപ്രതീക്ഷിതമാകുന്ന ഒരു ഇടപെടൽ, അങ്ങനെ നുഴഞ്ഞു കയറി നേടിയ 4 പോയിന്റുകൾ അതാണ് കളിയെ തിരിച്ചു പിടിക്കുന്നതാണ് ബെസ്റ്റ് റൈഡിംഗ് അവാർഡിന് അർഹനാക്കിയത്. ഇനി കളിക്കളത്തിലെ മിന്നും പ്രതിഭ പോകുന്നതെല്ലാം പൊന്നാക്കി മാറ്റി തന്റെ ടീമിന്റെ വിജയശില്പിയിൽ ഒരാളായ പ്രതിഭയാണ്. ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ അർജുനാചേരിയുടെ മുന്നിലെ പടയാളിയായിരുന്നു. ഒരു പ്രവാസ മണ്ണിന്റെ അതിജീവനത്തിനിടയിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷവും ജേസി അണിഞ്ഞ് കരവിരുത് കാട്ടി കരുത്ത് കാട്ടി പോരാട്ടത്തിന്റെ കണക്കെ പോർമുഖം സമ്മാനിച്ച ഉജ്ജ്വലനായ പടയാളിയാണ് ദ സ്റ്റൈലിഷ് റൈഡർ ഫ്രം കാസർഗോഡ് കബഡി ഇൻ സിയാ. ദാറ്റ് ഈസ് അദ്വൈത്, ബെസ്റ്റ് ഓൾറൗണ്ടർ ഫ്രം ദിസ് ടൂർണമെന്റ്. കഴിഞ്ഞ് മടങ്ങാനിരിക്കുകയാണ് അദ്വൈത്. അപ്പോൾ ഒരു വിഷു സമ്മാനം തന്നെയാണ്. നല്ലൊരു കൈയ്യടി നൽകാൻ പ്രിയമുള്ളവരെ. ഈ വന്ന ഇത്രയും ദിവസത്തിനുള്ളിൽ അർജുനാചേരി എല്ലായിടത്തും പേര് കൊടുത്തു. ആ പേര് കൊടുത്തൊക്കെ കളിച്ചു, കളിപാഠവും തെളിയിച്ചു. ഇനി മത്സരത്തിന്റെ ഉജ്ജ്വലമാകുന്ന 2ഉം 1ഉം സ്ഥാനത്തെ നിർണയിക്കപ്പെടുകയാണ്. 1ാം സ്ഥാനം 2ാം സ്ഥാനം. നല്ല പോരാട്ടം. സംഘാടക സമിതിക്ക് ബിഗ് സല്യൂട്ട് തരുകയാണ്. രാവിലെ തുടങ്ങിയ മത്സരം അതിനപ്പുറത്ത് മഴയെ വകവെക്കാതെ കൃത്യമായി തങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളിലൊതുക്കി നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. എന്നെ വിളിച്ച രഞ്ജുവിനൊക്കെ വിളിച്ച് പറയുമ്പോൾ ടീമിനെ സെറ്റ് ചെയ്യുന്നതിലും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും പ്രയത്നത്തിലും പ്രതിഫലനത്തിലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. അർജുനാചേരി ഒരു ഭാഗത്ത് കളിച്ച് കൊണ്ടിരിക്കുന്നു ടൂർണമെന്റിൽ, മറുഭാഗത്ത് ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല ടീമിനെ, ഏറ്റവും നല്ല പോരാളികളെ, ഏറ്റവും നല്ല താരമൂല്യമുള്ള പിൻബലമുള്ള പ്രതാപശാലികളെ കൊണ്ടുവന്ന് കളിപ്പിച്ച് നല്ല ഫിക്സർ നിർണയം നടത്തി അതിനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇന്നലെയും ഇന്നും അതിന്റെ മുന്നേയും ഒക്കെ ആയി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഈ ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങൾ. നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് തരികയാണ് പ്രിയമുള്ളവരെ. ഏറ്റവും മനോഹരമാകുന്ന ടൂർണമെന്റ് അതിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നു അർജുനാചേരി. ആതിഥേയരായ അർജുനാചേരിയാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. പോരാട്ടത്തിന്റെ പോർമുഖത്ത് പ്രതിപാദനത്വം മെനഞ്ഞ പോരാളികളുമായി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ വ്യക്തമായ പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിലേക്ക് അടക്കി ഭരണം നടത്തിയ കാസർഗോഡൻ കബഡിയുടെ അർജുന അച്ചേരി is here. You are the runners-up from this tournament. കളികളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയവർ അങ്കത്തട്ടിൽ അരങ്ങുവാണിരുന്ന കച്ചേരിയുടെ മണ്ണിലെത്തി പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിൽ അടക്കി ഭരണം നടത്തി വിജയം കൊണ്ട് കഥ പറഞ്ഞ കാസർഗോഡൻ കബഡിയിലെ നിലവിലെ ഹിറ്റ് ലിസ്റ്റിലെ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ അറിയാം മുന്നിൽ നിന്ന് നയിക്കുന്ന പോരാട്ട വീര്യത്തിന്റെ പോർക്കളം. ഇന്ന് നിലവിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി മടങ്ങുമ്പോൾ പോലും ഏറ്റവും മനോഹരമാകുന്ന മറ്റൊരു പോയിന്റ് തൂലികയിൽ തുന്നിച്ചേർത്ത് വിജയത്തിന്റെ തിരശീലയിലേക്ക് ഉജ്ജ്വലങ്ങളാകുന്ന പടവുകൾ താണ്ടി പടയോട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവ. കായബലം കൊണ്ട്, കായിക കരുത്തുകൊണ്ട്, കൗമാരത്തിന്റെ ഉജ്ജ്വല ശീലുകൾ കൊണ്ട് തങ്ങളുടേതായ പ്രതാപം ആർക്കും വിട്ടുകൊടുക്കാത്ത പ്രതാപശാലികൾ. വെൽക്കം ടു ടീം റെഡ് വേൾഡ് കൊപ്പൽ. യു ആർ ദി ചാമ്പ്യൻ ഫ്രം ദിസ് ടൂർണമെന്റ്. പ്രിയപ്പെട്ട സമ്മാനം നൽകുന്നതിനൊപ്പം ചേരുകയാണ്. അവർ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന കാലം ഏറ്റവും നന്മയുടേതാകട്ടെ, സ്നേഹത്തിൻ്റെതാകട്ടെ, സൗഹൃദത്തിൻ്റെതാകട്ടെ, നല്ല നന്മയും നല്ല പുലരികളും നല്ല പ്രതീക്ഷകളും ഏറ്റവും മികവാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അർജുനാചേരി ഈ മനോഹരമാകുന്ന പോരാട്ട വീര്യത്തിൽ പോർക്കളത്തിൽ സഹകരിച്ചതിന്, സഹായിച്ചതിന്, കൂട്ടുന്നതിന്, ചേർത്ത് പിടിച്ചത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ പിറവിയെടുക്കുമ്പോഴും അതിലൊക്കെ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു, ഈ വർഷവും നിങ്ങൾ എന്നെ പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ അർജുനാചേരിക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ലെറ്റ് സൈനിങ് ഓഫ് ദി സെഷൻ. ഇറ്റ്സ് മീ സിറാജ്. താങ്ക് യു all of you. ജയ് ഹിന്ദ്.